ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെയാണ്, കൊറോണൻ്റെ കേസസ് ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ലോക്ക്ഡൗണിൻ്റെ ഡേ എങ്ങനെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ട്, അധികം പണിയും കാര്യങ്ങളൊന്നും ഇല്ല, വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ഒരു ഡെയിലി ലൈഫ് പോലെ തന്നെ ലോക്ക്ഡൗണിൻ്റെ ഒരു ഡെയിലി ലൈഫ്. അപ്പോൾ ഗായ്സ്, ഞാൻ ഇന്ന് രാവിലെ ഇപ്പോൾ 6 മണിക്ക് നീച്ച് നമ്മൾ നിസ്കരിക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ സമയം ഏകദേശം 8:30. അതിൻ്റെ ശേഷം റീൽസും ഷോർട്ട് വീഡിയോസൊക്കെ കണ്ട് ഇങ്ങനെ കിട്ടണം. നേരം പോയത് അറിയില്ല. പുറത്തേക്ക് ഇറങ്ങാൻ നിന്നായിരുന്നു. ഞാൻ ജസ്റ്റ് രാവിലെ ആയി കഴിഞ്ഞാൽ പുറത്ത് നീച്ച് കഴിഞ്ഞാൽ മുറ്റത്തും നടക്കും. പിന്നെ പെറ്റ്സ് കിളികളൊക്കെ ഉണ്ട്, അതിനൊക്കെ ഫീഡ് ചെയ്യും. പിന്നെ കോഴികളൊക്കെ ഇങ്ങനെ ഫീഡ് ചെയ്യും കാര്യങ്ങളൊക്കെ രാവിലത്തെ വർക്ക് ചെയ്യും. അപ്പോൾ അതിന് ഇറങ്ങാൻ നിന്നപ്പോൾ മഴ പണിയായിരുന്നു. നീച്ചിട്ട് ഇത്ര നേരമായിട്ട് മഴ കഴിഞ്ഞിട്ട് ഇപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരുന്നത് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ മഴ മാറുന്ന നേരം നമുക്ക് ഉള്ളിലെന്തെങ്കിലും വർക്കും പറഞ്ഞാൽ രാവിലെ നീച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് വെള്ളം കുടിക്കാം. അതിനായിട്ട് കപ്പ് വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും കാലത്തിലെ കപ്പ് വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. സത്യം പറഞ്ഞാൽ ആ വെള്ളം കുടിച്ചാൽ നീച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊരു എനർജി ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ആ വെള്ളം കുടിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. വീട്ടിലെല്ലാവരും നീച്ച് രാവിലെ നിൽക്കാനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇരുന്നിട്ടുണ്ട്. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് സഹായം കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കാണില്ല. എല്ലാവരും പതുക്കെ നീച്ചിട്ടൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ രാവിലെ ചെയ്യാനുള്ള കാര്യങ്ങൾ കുറച്ചും ടൈം നമ്മൾ നിർദ്ദേശിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് രാവിലെ നിൽക്കുക ഈവനെ ഒരു പണി ചെയ്യാൻ ജസ്റ്റ് നോമ്പ് നോക്കും. ഡെയിലി രാവിലെ ഇവരിപ്പോൾ കുറവാണ് പറ്റിയില്ല. അപ്പോൾ ഡെയിലിയാണ് ജസ്റ്റ് നോമ്പ് നോക്കുന്നത്. സോ ഗൈസ്, നമ്മൾ ബോണ്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സാധാരണ ടൈമാകുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് നടക്കുന്നത് എന്താ ഇവിടെ ഇരിക്കട്ടെ. പിന്നെ ഈവനിങ് എനിക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഞാൻ സാധാരണ വീഡിയോ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വന്നിട്ട് വീഡിയോ ചെയ്യുന്നു. പക്ഷേ അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ ആൾക്കാർ പഴയ പിന്നെ ഞാൻ ലേറ്റ് ആയി കഴിഞ്ഞപ്പോൾ കറണ്ട് വന്ന കാര്യങ്ങൾ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ആ വീഡിയോ ഷൂട്ട് ചെയ്ത് കിട്ടിയിട്ടില്ല. മാറുന്നില്ല, അല്ലെങ്കിൽ അത് നടക്കില്ല, നടക്കാത്ത അവസ്ഥ. കാരണം കറണ്ട് പോയി കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഫോൺ തന്നെ ചാർജ് ചെയ്ത് 8:40 രാവിലെ 8:40 എന്തായാലും ഷൂട്ടിങ് 10 മണിയാകുമ്പോൾ കഴിയുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് പണ്ടൊരു ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഔട്ട് ഫാൻ കാര്യങ്ങളോട് അധികം നിൽക്കില്ല. നമ്മൾ ഔട്ട് ഫാൻ കഴിഞ്ഞ് പുറത്തേക്ക് പോകും. അപ്പോൾ ഇതാണ് എൻ്റെ അലമാരി കാര്യങ്ങളൊക്കെ. ഇതാണ് നമുക്ക് ടേബിൾ ഇവിടെ വെച്ചിട്ടായിരുന്നു ഞാൻ മറ്റേ വീഡിയോ ഐഫോണിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ടായിരുന്നു ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ഇത് സംഭവം ഫുൾ അനിയൻ്റെ ടോയ്സും കാര്യങ്ങളൊക്കെ അവിടെ പഠിക്കാനായിട്ട് ഇൻട്രാബിളൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ എടുക്കാനുള്ള സെറ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ വീഡിയോ ഷൂട്ട് കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ചായിട്ട് ഇപ്പോൾ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തിറങ്ങാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് വീഡിയോസ് ഇടുമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫുള്ള് ആക്സിൻ്റെ ട്രിക്സിൻ്റെ കാലവലിക്കുള്ള വീഡിയോസാണ് ഇടുന്നത്. അപ്പോൾ ലാസ്റ്റ് ഇട്ടതൊരു ഐഫോണിൻ്റെ വീഡിയോ ആയിരുന്നു. ഐഫോൺ
ഫോണിൻ്റെ കുറച്ച് ട്രിക്സും കാര്യങ്ങളൊക്കെ എനിക്കറിയാവുന്ന ട്രിക്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തു. അപ്പോൾ ഞാൻ ജസ്റ്റ് വേറൊരു ട്രിക്കും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ റെഡിയാക്കിയ ജസ്റ്റ് എൻ്റെ പലത് തുണിയും അത് നമ്മൾ ഈ ടേബിളിൽ നിന്ന് ഇരിക്കുക ജസ്റ്റ് നല്ലൊരു വൃത്തി കിട്ടാൻ വേണ്ടിയിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ. പിന്നെ ജസ്റ്റ് എന്തെങ്കിലും ടോയ്സ് അനിയൻ്റെ ഇങ്ങനെ വെക്കും. പിന്നെ നമ്മൾ ഇതേപോലെ 2 ലൈറ്റും കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കറണ്ട് പോകുന്നൊന്നും അറിയില്ല. നമുക്ക് എന്തായാലും വീഡിയോ ഷൂട്ടിംഗ് ഒക്കെ ഉണ്ട്. മഴ പിന്നെ വീഡിയോ വന്നിട്ട് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. എഡിറ്റ് ചെയ്യാനും ചാർജ് കുറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഫോണിൽ. അപ്പോൾ എന്തായാലും ഈ കറണ്ടൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ഫോൺ എടുത്തേക്കാൻ പോകുന്നു. മാറ്റിയെടുക്കാൻ ആവില്ല, നല്ല അടിപൊളി മഴ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഇടാൻ വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്ത വ്ളോഗ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എക്സ്പോർട്ട് ചെയ്യാൻ തന്നെ കുറേ ടൈം എടുത്തു. ഏകദേശം നല്ലൊരു GB ഫയലാണ്. ഏകദേശം 1 GB അടുത്തുണ്ട് തോന്നുന്നു ഫയൽ. അപ്പോൾ ഞാൻ ഫുള്ള് നല്ല ക്ലിയറിലാണ് ഷൂട്ട് ചെയ്യലും കാര്യങ്ങളൊക്കെ 4Kയിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഫോണിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് നീച്ചിട്ടുണ്ട്. പുറത്ത് നല്ല മഴ ആയതുകൊണ്ട് ജസ്റ്റ് TV ഓണാക്കി വെക്കുകയാണ്. ഈ നല്ല എഡിറ്റിൻ്റെ പണിയാണ്. മഴ കാരണം സൺഡേ ആണ്, നല്ല ഫിലിംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവണ്ടേ. അപ്പോൾ എന്തായാലും ഇത് നീച്ചിട്ടുണ്ട്. ഇതിനെ വെച്ച് കുറച്ച് നേരം കൂടുതൽ കളിച്ചിട്ട് വരാം. അപ്പോൾ ടൈം 9:45 10 മണിയാവാനായിട്ട് കേട്ടോ. എന്തായാലും കുറച്ച് നേരം കൂടുതൽ കളിച്ച് ഫോൺ ചാർജിനൊക്കെ ഉണ്ട്. അതിന് ശേഷമുള്ള ഉപകാരം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ കറണ്ട് പോവുകയാണെങ്കിൽ തന്നെ നേരത്തെ ഷൂട്ട് ചെയ്ത വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും കുറച്ച് നല്ല അടിപൊളി മഴ തന്നെ പോയി. ഇനി ഇപ്പം മഴക്കാറ് കാണുന്നുണ്ട്. എന്നാലും ഞാൻ ശരിക്കും ഫീൽ ചെയ്യണം, അല്ലെങ്കിൽ അവരങ്ങനെ കുട്ടി എടുത്തത്. പക്ഷേ ഞാനെന്തായാലും കൂട് തുറന്നു വിടാൻ കൂട്ടിലിട്ടിട്ടാണ് കാര്യങ്ങൾ. അത് ശരിക്കും പറഞ്ഞാൽ സച്ചുവിൻ്റെ കൂടാത്തത് ഇതിനെപ്പോഴും കെടുക്കണ കൂടാണ്. മഴയായിട്ട് ഉള്ളിലാക്കിയില്ല. അപ്പോൾ ഇവരായിരുന്നു അതിലുണ്ടായിരുന്നു 2 വൈറ്റ്. അപ്പോൾ ഇവരുടെ ഉള്ളിൽ താങ്ങാൻ പോലും സമ്മതിക്കാതെ നമ്മൾ കോഴികൾക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്. ഞാൻ അടുത്തായി ഫീഡായുള്ള ലവ്ബേഴ്സിന് കിട്ടും. ഇവരെ ഫുഡ് എങ്ങനെ പോയാലും നനയണം. ഡെയിലി മാറ്റി കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. കാരണം മഴ പെയ്തിട്ട് കാറ്റൊക്കെ അടിച്ചിട്ട് നമ്മളിപ്പോൾ ഇവിടെ നിലവിൽ 5 ലവ്ബേഴ്സാണ്. നമ്മളായിട്ട് ലവ്ബേഴ്സാണ്. 2 ആൾ, പിന്നെ ഒരാൾ അവിടെ, 2 പേര് മേലുണ്ട്. മൊത്തം 5 ലവ്ബേഴ്സാണുള്ളത്. കഴിച്ച് നമ്മൾ ഫുഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഫുഡ് വെച്ച് കൊടുക്കുന്നതിൻ്റെ കൂടെ ഞാനെൻ്റെ ഹാൻഡ് കൈയായിട്ട് ഫീഡ് ചെയ്യുന്നൊരു സാധനമാണ് തുളസി. ഞാൻ അങ്ങനെ ജസ്റ്റ് കയ്യിൽ വെച്ച് കൊടുക്കും. അതിന് ഫുഡും കാര്യങ്ങളൊന്നും നനഞ്ഞിട്ടാണ് ഡെയിലി നനയുന്നത്. ഞാൻ എന്തായാലും അതേപോലെ കുറച്ച് ഹൈറ്റിൽ ഇങ്ങനെ പിടിക്കും. ഒരാൾ മാത്രം സാധാരണ കയ്യിലേക്ക് കയറില്ല. ഈ ബ്ലൂ കളറിലുള്ള ലവ് ഇടുക ഇത് മാത്രം കയ്യിലേക്ക് കയറൽ പറ്റി ഒന്നുകിൽ നോക്കാം. ഇതേപോലെ ഇയാളിങ്ങനെ കയ്യിൽ കയറി ഫുള്ള് കഴിക്കും. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇത് ഇറങ്ങാൻ നോക്കുന്നു. ഫ്രണ്ട്സ് ഇതോരൊക്കെ ഒന്ന് കൂട്ടും പുറത്തൊക്കെ കൊടുത്ത് ഫീലിങ്ങൊക്കെ കഴിഞ്ഞ്. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ മീൻകാരൻ വന്നു. മീനൊക്കെ മേടിച്ച് ഇതുവരെ ചായ എടുത്തിട്ട് കേട്ടോ. ടൈമിങ് പറഞ്ഞുതരാം. മഴക്കിപ്പോൾ ഒരു അത്യാവശ്യം കുറവുണ്ട്. ടൈമിപ്പോൾ ഏകദേശം 10:45 11 ആവാനായിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ചായ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ചായ കുടിച്ചെങ്കിൽ മീൻകാരൻ എപ്പോൾ വന്നാലും സച്ചുവിന് പീസ് മീൻ കൊടുക്കുന്നുണ്ട്. നീ കിട്ടിയാ ഇത് പോലെ മഴയാണ്. അപ്പം എന്തായാലും നമുക്ക് ചായ അടിച്ചിട്ട് വരാം. വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കൈസ് ചായ കുടിച്ച് കാണാൻ നേരത്ത് ഇപ്പം ഏകദേശം സമയം രാത്രി 12 മണിയായിട്ടുണ്ട് കേട്ടോ. ഫുള്ള് കോമഡിയാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് ചായ കുടിച്ച് കാണാൻ നേരം സമയം ഏകദേശം 10:45 ആ ടൈമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം കറണ്ട് പോയപ്പോൾ ജസ്റ്റ് ഓപ്പറേഷൻ ജാവ പറഞ്ഞ ഫിലിം ഉണ്ടായിരുന്നു. അതിരുന്ന് കണ്ട് സമയം പോയത് അറിഞ്ഞില്ല. ഉമ്മ ചായ അടിച്ച് നീച്ച് പോയിട്ടാണ് ഞാൻ പോയി കുടിച്ചത്. അപ്പോൾ ഏകദേശം ഒരു 12:30 ആ ടൈമിലാണ് ചായ കുടിച്ചത്. ഒരു ചായ കുടിച്ച് കഴിഞ്ഞ് പിന്നെ ഫിലിം കംപ്ലീറ്റ് ആക്കാണ്ടായിരുന്നു. അപ്പോൾ ഫിലിമൊക്കെ കംപ്ലീറ്റ് ആക്കി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 1 മണി 1:30 ആ ടൈം ആയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ അങ്ങാടി വന്നിട്ട്, ഇവിടെ അങ്ങാടി ഫുള്ള് പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇവിടെ മൊത്തം കണ്ടെയ്ൻമെൻറ് സോണും ഇതൊക്കെ ആയിട്ട് ഫുൾ പോലീസും കാര്യങ്ങളും ചെക്കിങ്ങും ഒക്കെയാണ്. എങ്ങനെ ഇറങ്ങിയാലും 500 രൂപ ഫൈനാവും. അപ്പോൾ അവനെന്തോ ആവശ്യത്തിന് വേണ്ടി കാറായിട്ട് വന്നിട്ട് അവനങ്ങനെ ജസ്റ്റ് പോലീസ് പിടിച്ചിരുന്നു പറഞ്ഞിട്ട് അവൻ വിളിച്ചിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു ലെറ്റർ എഴുതി കൊടുക്കാൻ വേണ്ടി എന്നെ വിളിച്ച്.
അപ്പോൾ അവൻ വന്ന ലെറ്ററും കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി കൊടുത്ത് അത് കഴിഞ്ഞിരിക്കുമ്പോൾ നമ്മളെ കിളിക്കൂടും കോഴിക്കൂടൊക്കെ ഇല്ലേ, അപ്പോൾ അവിടെ ഫുള്ളായിട്ട് അവരെ കിളിക്കൂടും കോഴിക്കൂടും എല്ലതും നനയുന്നതായിട്ട് നമ്മൾ കണ്ടു. നല്ല മഴ ഉണ്ടായിരുന്നു, നല്ല സ്ട്രോങ് മഴയായിരുന്നു. അപ്പോൾ ആ മഴത്ത് കിളിക്കൂട് എല്ലാം നനയുന്നുണ്ട്. അപ്പോൾ ഞാനും അമ്മയും പാടെ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, ജസ്റ്റ് ആ ദാർപ്പായ ഇങ്ങനെ മേലെ കൂടെ വലിച്ചു കെട്ടി കൊടുത്ത് മഴ അടിച്ചിട്ട് നനയുന്നുണ്ട്. പിന്നെ ഒരു ഫുഡും കാര്യം. പിന്നെ അത് കഴിഞ്ഞിട്ട് സാധാരണ ഞാൻ ഇത്ര ലേറ്റായിട്ട് ചായ കുടിക്കലില്ല, നേരത്തെ തന്നെ കുടിക്കൽ. ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ചായ കുടിക്കലുണ്ട്. ആ ഫീലിംഗ് കട്ടിയിരുന്നിട്ട് ലേറ്റ് ആയതാണ്. അങ്ങനെ ആ കെട്ടിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് 2:30-3 മണിയായി. അങ്ങനെ ആ 3 മണിക്ക് നമ്മൾ വന്നിട്ട് ഫ്രഷായി കുളിച്ച് കാര്യങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെയാണ് 4 മണിയുടെ ടൈമിലായിരുന്നു നമ്മൾ ഫുഡ് കഴിച്ചത്. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഉമ്മാൻ്റെ മുമ്പിൽ നല്ല കുട്ടിയാവാൻ വേണ്ടി വെറുതെ ഒന്ന് മേലെ കയറി നോക്കിയാണ്. മഴയൊക്കെ അല്ല, എന്താ പാട് നോക്കാൻ. മൊത്തം എനിക്കത് 8ൻ്റെ പണി കിട്ടി കഴിച്ചു. കാരണം മൊത്തം വെള്ളം കെട്ടി കിടക്കുകയായിരുന്നു, ഫുള്ള് ബ്ലോക്കായിട്ട് പൈപ്പിൻ്റെ ഇടയിലൊക്കെ. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കാണ്ടായിരുന്നു. അതിനതൊക്കെ ക്ലീൻ ചെയ്ത് കൊടുത്ത് വന്ന് നമ്മളെ എഡിറ്റിങ് പകുതിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എഡിറ്റിങ്ങൊക്കെ ഫുള്ള് കഴിച്ചു. 5 മണിക്ക് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തു. അങ്ങനെ സാധാരണ ഞാൻ ശരിക്കും ഉച്ചയ്ക്ക് ചോറിന് കഴിഞ്ഞാൽ ഇവൻ കിടക്കും. ഒരു 3 മണി 3:30 ആകുമ്പോൾ ഞാൻ കിടന്നുറങ്ങാറുണ്ട്. ഉറങ്ങിയിട്ട് ഒരു 6 മണിക്കൊക്കെ എണീക്കും. വേറെ പണിയൊന്നും ഇല്ലല്ലോ, അപ്പോൾ അങ്ങനെ കിടക്കലുള്ള ദിവസങ്ങളാണ് എന്നും. ഇന്ന് രാവിലെ ഇന്നിപ്പോൾ വെച്ചാൽ വൈകുന്നേരം ഉറങ്ങാൻ നോക്കി, പക്ഷെ വൈകുന്നേരമാണ് ഫുഡ് തന്നെ കഴിച്ചത്. അപ്പോൾ വൈകുന്നേരം ഉറങ്ങാൻ പറ്റൂല വിചാരിച്ച് കുറച്ച് നേരം ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ച് കിടന്നായിരുന്നു. അങ്ങനെ കിടന്നിട്ട് ഞാൻ നീക്കുന്നത് ഏകദേശം മഗ്‌രിബ് നിസ്കരിക്കാൻ നീച്ചിട്ടോ. മഗ്‌രിബ് നിസ്കരിക്കാൻ നീച്ചിട്ടും ഒരു ഐഡിയ കിട്ടുന്നില്ല, എന്തോ ഒരു മന്ദ പഠിച്ച പോലെ. അങ്ങനെ പിന്നെയും കിടന്നു. പിന്നെ ഒരു 9 മണി 10 മണി ആ ടൈമാകുമ്പോൾ നീച്ചു. അങ്ങനെ നീച്ചതിന് ശേഷം പിന്നെ നമ്മളെ സച്ചു ആ കൂട്ടി കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തു. പിന്നെയും ഞാൻ ഫുഡ് കഴിച്ച് പിന്നെ നാളെ രാവിലെ ഇടാനുള്ള ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഇതുവരെ ഇപ്പോൾ സമയം ഏകദേശം 12:30 ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം മഴയൊക്കെ പെയ്തിട്ട് ഫുള്ള് ഓരോ പ്രാണികളും ജന്തുക്കളൊക്കെ വരുന്ന ടൈമാണ്. ജസ്റ്റ് ഇപ്പോൾ അവിടെ ലൈറ്റ് ഇട്ടാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെയൊക്കെ ഓരോരോ പ്രാണികളും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ലൈറ്റ് കെടുത്തില്ലെങ്കിൽ എനിക്ക് പണിയാവും, ഒന്നും കെടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. എന്തായാലും ഇതൊരു ഫസ്റ്റത്തെ ഞാൻ ഡേ ഇൻ മൈ ലൈഫിലായിട്ട് ഫസ്റ്റാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇൻഷാല്ലാ ഇനിയിപ്പോൾ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് നല്ലൊരു അടിപൊളി ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ചെയ്യും. ഒരു തിരക്കുള്ള ദിവസം കണ്ടുപിടിച്ച് ചെയ്യണം, അപ്പോഴേ രസം ഉണ്ടാവുള്ളൂ. ഇത് വെറുതെ ഇരിക്കുന്നത് ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് വെറുതെ ഇരുന്നിട്ട് ശീലമായതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പിന്നെ ഗൈസ് പരമാവധി സപ്പോർട്ട് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഈ യൂട്യൂബിൽ ഇപ്പോൾ ഓരോ ടേംസ് ആൻഡ് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്ര ടൈം കൊണ്ട് ഇത്ര സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ആവണം. അപ്പോൾ എനിക്ക് ഈ ഇയർ ഫുള്ളായി കിട്ടിയിട്ടുണ്ട്. സെപ്റ്റംബർ ഒക്ടോബറിൻ്റെ ഉള്ളിലായിട്ട് എനിക്ക് ആ ഒരു ലെവലിലേക്ക് എത്തണം. അപ്പോൾ ഇൻഷാല്ലാ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ഡെയിലി വീടണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ ഒരു ദിവസം. ഇപ്പോൾ രാത്രി ഇതോ ഏകദേശം 12:30 ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു 10 മണി ആ ടൈം കൊണ്ട് നീച്ചുകൊണ്ടാകുമ്പോൾ തീരെ ഉറക്കം വരുന്നില്ല. അപ്പോൾ എന്തായാലും ഒരു മൂവി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാണണം. ഫുള്ളൊന്നും കാണൂലായിരിക്കും, ചിലപ്പോൾ കുറച്ചൊന്നും കണ്ടിട്ട് ജസ്റ്റ് ബോറിംഗ് ഒക്കെ ആണെങ്കിൽ ഞാൻ നിർത്തി കിടക്കും. പിന്നെ അധികം ഞാനങ്ങനെ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ കണ്ണൊക്കെ ഫുൾ ഇറിറ്റേഷൻ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ തുടങ്ങലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫുള്ളൊന്നും കാണാതിരിക്കില്ല. പരമാവധി സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇൻസ്റ്റൊക്കെ എല്ലാവരും പോയി ചെക്കൗട്ട് ചെയ്യാം. ഇത് പ്രത്യേകിച്ച് പറയാനുള്ള എല്ലാവരും സേഫായിരിക്കുക, പരമാവധി പുറത്തു പോക്കൊക്കെ കുറക്കുക. കാരണം ഒരു പേടിയാണ് നമുക്ക് വരുന്നതിൻ്റെ പേടി. നമ്മളെ പാരൻസിന് അല്ലെങ്കിൽ നമുക്ക് അനിയന്മാർ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വരുന്നത് കാണുമ്പോഴാണ്, നമ്മളെ കാരണം അവർക്ക് വരുന്നത് കാണുമ്പോഴാണ് നമുക്ക് ശരിക്കും ഫീൽ ആവുക. ഞാൻ പഠിച്ചൊരു വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ തീരെ പുറത്തിറങ്ങില്ല. ഇപ്പോൾ ഫുഡ് എന്നല്ല, നമ്മളപ്പോൾ ആവശ്യ സാധനങ്ങളൊക്കെ ഞങ്ങൾ അടുത്തുള്ള സ്റ്റോറിൽ വിളിച്ചു വരട്ടെ അവർ ഡെലിവറി കാര്യങ്ങളൊക്കെ ചെയ്യലാണ്. പുറത്തിറങ്ങി ഞാൻ നിർത്തിയിട്ടുണ്ട്. ഫുൾ ടൈം വീട്ടിൽ തന്നെയാണ്. വീട്ടിലിരുന്നുകൊണ്ട് തോന്നിയത് അങ്ങനെ പറയാം, ഫുൾ ഡേ ഡെയിലി വീഡിയോ ഇടണമെന്ന്. വീട്ടിലിരുന്നുകൊണ്ട് മാത്രമല്ല, ഞാൻ കുറേ ആയിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യും ഡെയിലി വീഡിയോ. നോമ്പൊന്നായിട്ട് വീഡിയോ എടുക്കാനുള്ള എനർജി കാര്യങ്ങളൊന്നും കിട്ടിയിരുന്നില്ല. ഇൻഷാല്ലാ ഇനി ഫുള്ള് നമ്മൾ ഡെയിലി വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ മഴ ഇന്നിപ്പോൾ രാത്രി കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ നിന്ന് തന്നെ പറയാം, മഴ ഇപ്പോൾ പെയ്യുന്നൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവരും പരമാവധി സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ 1K എത്രയും പെട്ടെന്ന് നമുക്ക് എത്തിക്കണം. ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതിന് താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. ഇതൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ദിസ് ഇസ് മീ വിച്ചൂസ് സൈനിങ് ഓഫ്.